ഹായ് നമസ്കാരം. മലയാളികൾ തൊഴിൽ തേടി പോകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമായ കർണാടകയിൽ സ്വകാര്യ മേഖലയിലെ നിയമങ്ങൾ 100% തദ്ദേശീയർക്കായി സംവരണം ചെയ്യുന്നു. സ്വകാര്യ മേഖലയിലെ ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലാണ് കർണാടക സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ വ്യവസായ മേഖലയിലെ 75% നിയമങ്ങളും കന്നഡിയർക്കായി സംവരണം ചെയ്യും. ഇതു സംബന്ധിച്ച് ബില്ലിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം 15 വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയാവുന്നവരുമായവർക്ക് സംവരണം നൽകാനാണ് ബില്ലിലെ വ്യവസ്ഥ. വ്യവസായ സ്ഥാപനങ്ങളിലും ഫാക്ടറികളിലും മറ്റു സ്ഥാപനങ്ങളിലും മാനേജ്മെന്റ് തസ്തികകളിൽ 50%, മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ 75% തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത്. ബിൽ നടത്തിപ്പ് നിയമസഭാ സമ്മേളനം അവതരിപ്പിച്ചേക്കും. കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഓഫ് ലോക്കൽ ഗാർഡിഡേറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ 2024 എന്ന പേരിൽ രൂപം നൽകിയ ബില്ലിനാണ് അംഗീകാരം നൽകിയത്. ജോലിക്കുള്ള അപേക്ഷകർ കന്നഡ ഭാഷ ഒരു വിഷയമായി പഠിച്ച് 10ാം ക്ലാസ് പരീക്ഷ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന നോഡൽ ഏജൻസി നടത്തുന്ന കന്നഡ നൈപുണി ടെസ്റ്റ് പാസ്സാക്കണം. അപേക്ഷകരായി വേണ്ടത്ര തദ്ദേശീയരെത്തിയില്ലെങ്കിൽ നിയമത്തിൽ ഇളവ് വരുത്താൻ സ്ഥാപനം സർക്കാരിന് അപേക്ഷ നൽകണം. അന്വേഷണം നടത്തിയ ശേഷം സർക്കാർ ആവശ്യമായ ഉത്തരവ് നൽകും. അതേസമയം തദ്ദേശീയരായ അപേക്ഷകർ മാനേജ്മെന്റ് തസ്തികകളിൽ 25%, മാനേജ്മെന്റ് ഇതര തസ്തികകളിൽ 50% കുറയാൻ പാടില്ലെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് 10,000 രൂപ മുതൽ 25,000 രൂപ വരെ പിഴയിടുമെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. കന്നഡക്കാരുടെ ക്ഷേമത്തിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു. ജനങ്ങൾക്ക് കർണാടകയിൽ ജോലി നൽകി സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കാൻ അവസരം നൽകാനാണ് തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.